ഞാനാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാതെ നെതന്യാഹു അല്ല. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ആയതിനാൽ തന്നെ അമേരിക്ക ഇറാനുമായി ഉണ്ടാക്കുന്ന ഏതൊരു കരാറും ഇസ്രായേൽ അംഗീകരിക്കണമെന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷമായ ഘട്ടത്തിലൂടെ നീങ്ങുന്ന ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ട്രംപിന്റെ ഇത്തരമൊരു നിർണായക തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവന അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ കരിനിഴൽ വീഴാൻ കാരണമാകുമോ എന്നും ചോദ്യങ്ങൾ ഉയരുകയാണ്. നിലവിലെ ഇരു നേതാക്കളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിലൂടെ തന്നെ വലിയ നല്ല ചർച്ചകളിലൂടെ തന്നെ അത് കടന്നു പോവുകയാണ്. എന്നാൽ ട്രംപിന്റെ ഒരൊറ്റ പ്രസ്താവന അതെല്ലാം തകിടം മറിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നു എന്നതും ഒരു ചോദ്യചിഹ്നമാവുകയാണ്. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ അടുത്തിടെ തന്നെ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളെ ബാധിക്കില്ല എന്നും കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടെ തന്നെ ഇറാന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ. എന്നാൽ നെതന്യാഹുവിനോട് അവിടെ പ്രതികാര ആക്രമണം നടത്തരുത് എന്നതായിരുന്നു ട്രംപ് നേരിട്ട് ആവശ്യം ഉന്നയിച്ചത്. സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ സമാധാന ചർച്ചകൾ തകരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലായിരുന്നു അവിടെ വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തു വന്നത്. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുകൊണ്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സംഭവത്തോടുകൂടി തന്നെ മേഖലയിൽ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ സംവിധാനവും വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമേരിക്ക ഇറാൻ കരാറിനെ കുറിച്ച് ഇസ്രായേലിന് ആശങ്കയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ട്രംപിന്റെ നയതന്ത്ര നീക്കത്തിൽ ഇസ്രായേലിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നും നെതന്യാഹുവുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ സംബന്ധിച്ചതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ലോകശ്രദ്ധ മുഴുവൻ വാഷിംഗ്ടണിലേക്കാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ യാഥാർത്ഥ്യമാകുമോ എന്നും അതുപോലെ തന്നെ നെതന്യാഹു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമോ എന്നതൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. അതോ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് വലിയ രീതിയിൽ ഇവിടെ ഓരോ മണിക്കൂറുകൾ എണ്ണി ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇസ്രായേൽ ആകട്ടെ ശക്തമായ ഒരു ആക്രമണമാണ് നടത്തിയത്. ടെഹ്റാനിലും ഇസ്ഫഹാനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഏപ്രിൽ 8-ന് താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. യുഎസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി തന്നെ US ഇറാൻ സമാധാന ചർച്ചകൾ വീണ്ടും കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഇറാൻ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചതായി തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതെന്നും യുഎസുമായി സമാധാന കരാർ സാധ്യമാണ് എങ്കിൽ ലെബനനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.